പ്രിയ ദൈവ പൈതലേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്തൻ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് ആ തലമുറകൾ എത്താൻ പോകുകയാണ്. മോശ എന്ന ആ തലമുറ ഈ ഉലകത്തിലേക്ക് പിറന്നു വീണപ്പോൾ അവന് സ്വാതന്ത്ര്യത്തോടെ ഒന്ന് മാതാപിതാക്കളുടെ അടുക്കലിരുന്ന് കരയാൻ പോലുമുള്ള അവസരമില്ലായിരുന്നു. പക്ഷേ ആ ഞെരുക്കം അവനെ കൊണ്ടുചെന്നെത്തിച്ചത് കൊട്ടാരത്തിനകത്തിലേക്കാണ്. എങ്ങനെയാണ് കൊട്ടാരത്തിനകത്തിലേക്ക് അവൻ എത്തിയത്? 3-ാമത്തെ മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാതിരുന്നപ്പോൾ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്തിൽ കിടത്തി നൈൽ നദിയിലേക്ക് ഒഴുക്കിവിട്ടു. കാരണം എന്താ? അവന്റെ മരണം കാണാതിരിക്കാൻ വേണ്ടി. പക്ഷേ കർത്താവ് ആ ഞാങ്ങണ പെട്ടകത്തെ ഒഴുക്കി, അല്ലെങ്കിൽ ആ നൈൽ നദിയുടെ ഓളപ്പരപ്പിനകത്തിൽ മുതലകളും മറ്റ് ഹിംസജീവികളും ഒക്കെ ഉള്ള ആ സ്ഥലത്ത് തന്നെ പ്രത്യേക രീതിയിൽ മോട്ടർ വെച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ബോട്ട് പോലെ ആ ഞങ്ങട പെട്ടകം ആ നൈൽ നദിയുടെ ഓളത്തെ അകഞ്ഞു മാറ്റി മുമ്പോട്ട് യാത്ര ചെയ്ത് അത് കൊട്ടാരത്തിന്റെ അരികിലെത്തി ഫറവോന്റെ പുത്രി കുളിക്കാൻ കടന്നു വരുന്ന ആ സ്ഥലത്തെത്തി ഫറവോന്റെ പുത്രിയുടെ ഹൃദയത്തിനകത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി അവൻ എബ്രായ ബാലനാണെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ എടുത്ത് കൊട്ടാരത്തിനകത്തിലേക്ക് കൊണ്ടുപോയി വളർത്തി വലുതാക്കുവാൻ പുറകിൽ ചലിച്ച ദൈവത്തിന്റെ കരം നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ ശക്തമല്ലേ? അങ്ങനെയാണെങ്കിൽ വിളിച്ചു പറ, പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി കർത്തൻ വഴി വെട്ടിയിട്ടുണ്ട്. ആ വഴിക്കകത്തുകൂടെ അവർ കടന്നു പോകും. അവർ ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. നീ ആ കുഞ്ഞിൻ്റെ ഭാവിയെ നോക്കി വിഷമിച്ചിരിക്കുകയായിരിക്കാം. വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സാമ്പത്തിക വിഷയങ്ങളെ ഓർത്തിട്ടായിരിക്കാം സങ്കടപ്പെടുന്നത്. ഏത് പ്രതിസന്ധിയിൽ കൂടെ നീ കടന്നു പോകുന്നു എന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു നല്ല കർത്താവിനെയാണ് കുഞ്ഞെ നീ സേവിക്കുന്നത് എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് നൈൽ നദിയിൽ കൂടെ വഴിയെ ഒരുക്കിയ, ചെങ്കടലിൽ തന്റെ ജനത്തിന് ശ്രേഷ്ഠമായ വഴിയെ തുറന്നുവിട്ട, അലങ്ങി മറിഞ്ഞൊഴുകി സകലത്തെയും നശിപ്പിച്ചു കളയുന്ന യോർദാൻ നദിയെ കീറിമുറിച്ച് ഒരു വലിയ കൂട്ടം ജനത വാഗ്ദത്തമണ്ണിലേക്ക് പ്രവേശിച്ചു എങ്കിൽ പ്രിയ ദൈവപൈതലേ, നീ വിളിച്ചു പറ, എന്റെ തലമുറക്ക് വേണ്ടി കർത്താവ് വഴി വെട്ടിയിട്ടിട്ടുണ്ട്. ആ വഴിക്കകത്തിൽ അവൻ എത്തുകയും അവൻ അനുഗ്രഹിക്കപ്പെടുകയും ആ തലമുറകൾ ശ്രേഷ്ഠന്മാരായി തീരാൻ പോവുകയും ചെയ്യുന്ന കാഴ്ച എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പോകുകയാണ്. അതുകൊണ്ട് ഉറപ്പോടെ വിളിച്ചു പറ, എൻ്റെ ദൈവം ചെയ്യുന്ന അത്ഭുതത്തെ ഞാനത് സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്നു. ആ ദൈവത്തിൻ്റെ അത്ഭുതത്തിനകത്ത് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ പറ. അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ. I bless you in Jesus' name. Amen.